അതിപ്പോൾ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. IKGS ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം 31 ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്ത തീരുമാനമെടുത്ത വളരെ പ്രോത്സാഹനജനകമായ യോഗമായിരുന്നു. എന്നാൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നല്ല രീതിയിലുള്ള മാറ്റമുണ്ടായ ഒരു കാലമാണ്. 60 മുതൽ പെൻഡിങ്ങിലുള്ളതായിരുന്നു നമ്മുടെ വ്യവസായ എസ്റ്റേറ്റുകളിലെ ഭൂമിയുടെ പട്ടയ വ്യവസ്ഥകളിലുള്ള കാര്യം. അത് ഉടമസ്ഥത പോലും മാറ്റാൻ പറ്റാതിരുന്ന അത്രയും സങ്കീർണമായിരുന്നു. അത് പൂർണ്ണമായും സിംപ്ലിഫൈ ചെയ്യാൻ കഴിഞ്ഞു. 25,000 രൂപയെ അടച്ചാൽ ഉടമസ്ഥ കൈമാറാനും 10,000 രൂപ ഫീസോടുകൂടി ആക്ടിവിറ്റി മാറാനുള്ള ലളിത വ്യവസ്ഥകൾ റവന്യൂവിൻ്റെ ഭാഗമായി വരുത്താൻ കഴിയും. പിന്നെ നിങ്ങൾ പറയുന്ന ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് എക്സംഷൻ ക്ലോസാണ്. ഇപ്പോൾ 15 ഏക്കറിലാണ് പരമാവധി നമ്മുടെ കൈവശം വയ്ക്കാൻ കഴിയുന്നത്. എന്നാൽ ആ നിയമത്തിൽ തന്നെ എക്സംഷൻ ഉണ്ട്. അതുകൊണ്ട് നിയമത്തിൽ ഭേദഗതിയുടെ ആവശ്യമില്ല. നിയമത്തിനകത്തുള്ള എക്സംഷൻ നടപ്പിലാക്കുന്നതിൽ കുറേ സങ്കീർണതയുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നിയമം ഉള്ളതുകൊണ്ട് ഇപ്പോൾ 30 ഏക്കറിലാണെങ്കിൽ ഒരാളുടെ പേരിൽ 15 ഏക്കർ വയ്ക്കും, അടുത്ത ആൾ 15 ഏക്കർ വയ്ക്കും. 30 ഏക്കർ സ്ഥാപനം മുടക്കും. ഇതാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നിയമപരമായിട്ട് തടയാനും പറ്റില്ല. ഒരാൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഈ എക്സംഷന് കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, മന്ത്രിസഭ വരെ എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴേ തീരുമാനമെടുക്കും. അത് ഇപ്പോൾ നിങ്ങൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തൊഴിലും അതുപോലെ മൂലധനം നോക്കി നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയല്ല. കാരണം നിയമം ഭേദഗതിയുടെ ആവശ്യമേ ഇല്ല. നിയമത്തിൽ തന്നെ എക്സംഷൻ ക്ലോസ് ഉണ്ട്. അതനുസരിച്ച് വേഗതയിൽ വരുത്താനായിട്ട് ഇപ്പോൾ മന്ത്രിതല സമിതിക്ക് അധികാരം നൽകി. അതാണ് പ്രധാനപ്പെട്ട മാറ്റം. അത് ചിലപ്പോൾ 100 ഏക്കർ പറ്റില്ല, 100 500 എത്ര ഏക്കർ വേണമെങ്കിലും ഈ കമ്മിറ്റിക്ക് എക്സംഷൻ കൊടുക്കാം. അധികം വരുന്ന ഒരു ഏക്കറിനകത്ത് 10 കോടി നിക്ഷേപവും 20 തൊഴിലവസരവും. എന്നുവെച്ചാൽ ഒരു 20 ഏക്കർ ആണെങ്കിൽ 5 ഏക്കറാണ് അധികം വരുന്നത്. അപ്പോൾ 5 ഏക്കർ ആ പദ്ധതിക്ക് 50 കോടി തൊഴിലവസരവും 50 കോടി നിക്ഷേപവും 100 തൊഴിലവസരം ഉണ്ടെങ്കിൽ എക്സംഷൻ കൊടുക്കണം. ആ വ്യവസ്ഥ വന്നു കഴിഞ്ഞു. അത് നിങ്ങളത് വേണ്ടത്ര മാധ്യമങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അതനുസരിച്ച് ഇപ്പം തന്നെ 3-4 സ്ഥാപനങ്ങൾക്ക് മന്ത്രിതല കമ്മിറ്റി ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞു. നല്ല മാറ്റം റവന്യൂവിൽ അതുണ്ടായിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം മാറ്റാതെ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിലുള്ള വ്യവസ്ഥ സിംപ്ലിഫൈ ചെയ്യാനും അത് ചിലപ്പോൾ താഴെ തട്ടിക്കിടക്കും. അതിനകത്ത് ഈ യോഗത്തിൽ വന്നൊരു പ്രശ്നം, അതിൻ്റെ ചില സർക്കുലറുകൾ ഉദ്യോഗസ്ഥന്മാർ തെറ്റായ രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കമെൻഡ് ചെയ്യണം താഴെ എന്നുള്ളതാണ്. റെക്കമെൻഡ് പോസിറ്റീവാകാം നെഗറ്റീവാകാം. അപ്പോൾ അത് വ്യക്തത വരുത്താൻ തീരുമാനിച്ചു. നിലവിലുള്ള ആശയക്കുഴപ്പമുള്ള ഭാഗത്തിൽ വ്യക്തത വരുത്തി തീരുമാനം വേഗതയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ കാര്യവും ആ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ റവന്യൂ വകുപ്പും ആ കാര്യം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യമില്ല. എന്നാൽ ഭൂപരിഷ്കരണ നിയമത്തിനകത്തൊരു മാറ്റം അത് അദ്ദേഹം പ്രതിപാദിച്ച ഭാഗമല്ല, വേറൊരു മാറ്റം ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്ലാന്റേഷനാണ്. പ്ലാന്റേഷനകത്ത് ഇപ്പോൾ 5 വിളകളാണ് പ്ലാന്റേഷൻ ഉള്ളത്. ഇപ്പോൾ കൊക്കയാകാം, അല്ലെങ്കിൽ തേയില, കാപ്പി, ഏലം, ഇവയ്ക്കൊക്കെ ആണെങ്കിൽ എത്ര വേണമെങ്കിലും കൈവശം വയ്ക്കാം. അതിൽ IIM കാലിക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 10 വർഷത്തിൽ കൂടുതൽ ആയുസ്സുള്ള മറ്റ് വൃക്ഷങ്ങൾ, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, അതുപോലെ തന്നെ അവക്കാഡോ, ഇങ്ങനെയുള്ള നല്ല ഡിമാൻഡുള്ള കാര്യങ്ങൾ 10 വർഷത്തിൽ ലൈഫുള്ളതാണെങ്കിൽ അതും ഇവിടെ നട്ടുവളർത്താൻ ആവശ്യമായ ഒരു മാറ്റം വേണം എന്ന ശുപാർശ, ആ ശുപാർശ IIMന്റെ ഗവൺമെൻറ് പരിഗണനയിലാണ്. മറ്റൊരു കാര്യത്തിന് വ്യവസായ വകുപ്പ് നിയമ ഭേദഗതി സംബന്ധിച്ചിപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അതിൽ വരുന്ന ഭാഗം. നിലവിലുള്ള നിയമത്തിൽ 100 ഏക്കറല്ല, എത്ര ഏക്കർ വേണമെങ്കിലും എക്സംഷനുള്ള വകുപ്പ് നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ആശയക്കുഴപ്പം റവന്യൂ വകുപ്പിനാണോ ഉള്ളത്? അത് നിങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ. കാരണം ആശയക്കുഴപ്പം മന്ത്രി പറഞ്ഞത് മുതലേ അത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർനാഷണലായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോൺക്ലേവാണ്. അത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. ഞങ്ങളുടെ ഒരു ആവശ്യമാണ് യൂണിക് കണ്ടംപയർ എന്നുള്ളത് വേഗത്തിലാക്കണം, ഡിജിറ്റൽ സർവേ വേഗത്തിലാക്കണം. അതെല്ലാം വ്യവസായം കൂടി വളരാൻ ആവശ്യമാണ്. ഈ വ്യവസായ വകുപ്പിൻ്റെ ആർജിച്ച നേട്ടം എന്നുള്ളത് ഒരു ടീം വർക്കാണ്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പിൻ്റെ മാത്രമല്ല, എല്ലാ വകുപ്പുകളും. അപ്പോൾ അതിൽ റവന്യൂ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പ്രശ്നമാണ് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ. അത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് തീർന്ന പ്രശ്നമാണ്. LSTD 100-ലധികം ചട്ടങ്ങളാണ് ഇപ്പോൾ അവർ മാറ്റാൻ പോകുന്നത്. അത് ലോയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിൽ എല്ലാ വർഷം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാറ്റം
5 വർഷത്തിലേക്ക് ഒരിക്കലാക്കണം എന്നുള്ളത് അത് അവിടെ അംഗീകരിക്കപ്പെട്ടിരുന്നു. കൃഷി വകുപ്പിൻ്റെ അതിനകത്ത് വന്നൊരു മാറ്റം, അതിനകത്ത് ഈ കൃഷി ഓഫീസർമാർ, അത് ഇതിന് മാത്രമല്ല, ഈ തരം മാറ്റത്തിൽ യഥാർത്ഥത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, ആ നിയമം വരുന്ന സമയത്ത് തണ്ണീർത്തടമായവ നികത്തപ്പെടാതിരിക്കാനാണ്. ഇതിപ്പോൾ 50-ൽ എറണാകുളത്ത് പനമ്പള്ളി നഗർ അല്ലെങ്കിൽ എളമക്കര, ഇതെല്ലാം രേഖയെ നോക്കുമ്പോൾ തരം മാറ്റേണ്ടി വരും. അങ്ങനെ തരം മാറ്റുന്നതിൽ കൃഷി ഓഫീസർമാർ അവർക്ക് എന്തൊക്കെയാണ് അധികാരം, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് വ്യക്തത വരുത്തണമെന്നാണ്. പക്ഷേ കൃഷി വകുപ്പ് പറഞ്ഞ് വ്യക്തത വരുത്തുക മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. IKGS അതിൻ്റെ ഭാഗമായി തന്നെ 4-1 EOE-കൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഒരു ഘട്ടത്തിലാണ്. മിനിസ്റ്റർ കാര്യം, ഈ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ B. അശോക് മന്ത്രി മുഖേന സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട് ഭാരതാംബ വിഷയത്തിൽ. അത് ഗവർണറെ ഇക്കാര്യം സർക്കാർ ബോധ്യപ്പെടുന്നുള്ള കാര്യത്തിൽ ഇക്കാര്യത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ കാര്യം മുഖ്യമന്ത്രി ചെയ്തു കഴിഞ്ഞല്ലോ. ക്യാബിനറ്റ് അംഗീകരിച്ച് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയല്ലോ. ഭരണഘടനയുടെ 163 ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭാരതാംബ പ്രശ്നത്തിനെ വിവാദമാക്കേണ്ട കാര്യം ഇല്ലാത്തതാണ്. അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് ചടങ്ങുകളിൽ, പരിപാടികളിൽ, അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് സന്ദർഭങ്ങളിൽ, മറ്റു പരിപാടികളെല്ലാം ഇത് വയ്ക്കുമ്പോൾ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ഒരു സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടി അവിടെ വയ്ക്കാം. പക്ഷെ ഔദ്യോഗികമായ പരിപാടികളിൽ നമുക്ക് ഭരണഘടനാ ചിഹ്നങ്ങളാണ് വയ്ക്കുക. ഭരണഘടനാ ചിഹ്നങ്ങൾ വേറെ ഏതെങ്കിലുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് ഇൻസൾട്ട് ചെയ്യുന്ന തുല്യം. ആ ഭരണഘടന തന്നെ അംഗീകരിച്ചിട്ട് ചിഹ്നങ്ങളുണ്ട്. അത് ഭരണഘടനാപരമായിട്ട് ഔദ്യോഗിക നമ്മൾ ഓരോരുത്തർക്കും പ്രത്യയശാസ്ത്രം ഉണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും. ഇത്തരം ചുമതലകളിലേക്ക് വരുന്നു. പക്ഷെ ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുമതലയിൽ നിന്ന് നമുക്ക് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് എല്ലാ പരിപാടികളും അതിനനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റും.